ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാത ദിനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 7ാമത്തെ ഞായറാഴ്ച, ആരാധന വർഷത്തിലെ 37ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ജനുവരി 1 മുതൽ നോക്കുമ്പോൾ ഇന്ന് ഈ വർഷത്തിലെ 193ാമത്തെ ദിവസം ആണ്. ഇന്ന് 564ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. യേശു പോകുന്നിടത്തെല്ലാം ധാരാളം ജനങ്ങൾ വന്നു കൂടിക്കൊണ്ടിരുന്നു. അവർ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉള്ളവരായിരുന്നു. രോഗസൗഖ്യത്തിനായി വന്നവർ, വിശപ്പിന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി വന്നവർ, മോശയുടെ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നവർ, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വന്നവർ. യേശുവിൻ്റെ ചാർച്ചക്കാർ, യേശുവിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. യേശുവിൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 5-ലും ഇത് പറയുന്നുണ്ട്. ശാസ്ത്രിമാർ യേശുവിന് ബേത്സബൂൾ ഉണ്ട് എന്നും ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്നും പറയുന്നു. 3 ആരോപണങ്ങളാണ് യേശുവിന് എതിരായിട്ട് ഉണ്ടായത്. ഒന്നാമത്തേത്, യേശുവിന് ബുദ്ധിഭ്രമം ഉണ്ട്. രണ്ടാമത്തേത്, യേശുവിന് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു. 3, യേശു സാത്താൻ്റെ ദല്ലാൾ ആണ്. ഈ 3 ആരോപണങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ്റെ സ്വന്തം ജനങ്ങൾ അവൻ്റെ മുകളിൽ ആരോപിച്ചത് എന്ന് വേദപുസ്തകം ശരിക്ക് വായിച്ച് ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ആരോപണങ്ങളെ യേശു നേരിട്ടത് മറു ചോദ്യങ്ങളാൽ ആണ്. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ ആ രാജ്യത്തിന് നിലനിൽപ്പ് ഉണ്ടാകുമോ? ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ ആ വീടിന് നിലനിൽക്കാൻ കഴിയുമോ? ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശുവിൻ്റെ നടപടി സാത്താനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. യേശു സാത്താൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ ബന്ധിക്കാതെ സാത്താനെ പുറത്താക്കുവാൻ സാധിക്കില്ല എന്നത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു പിതാവിൻ്റെ ഏകജാതനാണ്. അവൻ നമ്മുടെ രക്ഷയ്ക്കായി വന്നവനാണ്. അവനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നതായിരുന്നു പരമസത്യം, പ്രത്യേകിച്ച് അധികാരികൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യുന്നവൻ സാത്താൻ്റെ സന്തതിയാകുന്നു. 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. ആയതിനാൽ പാപം ചെയ്യാതിരിക്കുക. നാം പാപം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ സാത്താൻ്റെ സന്തതിയായി പോകും എന്നത് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും അതിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും വ്യതിചലിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയെന്ന് പരിശുദ്ധനായ പൗലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ൽ പറയുന്നുണ്ട്. നാം ഇരുട്ടിൻ്റെ അധികാരത്തിൽ ആയി. ഇരുട്ടിൻ്റെ അധികാരത്തിലാകുക എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പിടിയിലായി എന്ന് അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിച്ചമായി വന്നു. അവനെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഇനി നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരത്വം ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ലും പറയുന്നുണ്ട്. നാം അന്യന്മാരും പരദേശികളും ആകാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ കർത്താവിനെ തിരിച്ചറിയണം. അവനെ തിരിച്ചറിഞ്ഞാൽ, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നാം വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ ആയിത്തീരും. പരിശുദ്ധാത്മാവിന് എതിരായി ഭൂഷണം പറയുന്നവന് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് മർക്കോസ്
എവൻഗലിയോസ്തായുടെ സുവിശേഷം 3:29 പറയുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:32 പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് എതിരായി പ്രവർത്തിക്കുന്നവന് നരകശിക്ഷ ഉണ്ടാകുമെന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഇവിടെ കാണുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്നുണ്ടായിരുന്ന അധികാരികളുടെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഇല്ലാതെ പോകുമോ എന്നുള്ള പേടിയാണ്. ഇന്നും നമുക്ക് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള രീതി കാണുവാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണെന്ന് പുറപ്പാട് പുസ്തകം 20:2 മുതൽ 17 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭയുടെ 7 കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്നത് പാപമാണ്. 14 ജീവകാരുണ്യ പ്രവൃത്തികൾ അനുഷ്ഠിക്കാതിരിക്കുന്നതും പാപമാണ്. പാപം പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. നൈസർഗികമായത് എന്ന് റോമർ 7:15 പറയുമ്പോൾ അത്യാസക്തിയാൽ ഉണ്ടാകുന്നു എന്ന് യാക്കോബ് ശ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 1-15 പറയുന്നു. അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് 12-48 മനഃപൂർവ്വമായി ചെയ്യുന്ന പാപം. അപ്പോസ്തല പ്രവൃത്തികൾ 5:1 മുതൽ 11 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒരു ചരിത്രത്തിലൂടെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപം ചെയ്യുന്നവർക്ക് നിത്യാഗ്നി ലഭിക്കും എന്നതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനാൽ പ്രവർത്തിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ആണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ തിരസ്കരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇവിടെ നാം കണ്ടത് പാപം ചെയ്യുന്നവർ സാത്താന്റെ പുത്രനാകുന്നു, സന്തതി ആകുന്നു എന്നതാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചത് നമ്മുടെ കർത്താവ് ആണ്. ഇനി നമ്മൾ അന്യന്മാരും പരദേശികളും അല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് എവർക്കും വേണ്ടത്. അതിനായിട്ട് നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ പുറത്തുകൊണ്ട് നമ്മെ അവൻ്റെ പൈതലായി ബാക്കിയുള്ള ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ഹൃദയത്തിൽ തട്ടിപ്പാടുകയും അതോടൊപ്പം തന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല സൺഡേ എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.